ഹലോ വിജേഷാണേ. എല്ലാവർക്കും സുഖമല്ലേ? ഉറങ്ങി എണീച്ചില്ല. സമയം 10 മണിയെല്ലാം കഴിഞ്ഞ് ഉറങ്ങി എണീക്കുന്നേ ഉള്ളൂ ഇന്ന്. അപ്പോൾ ഇന്ന് എല്ലാ പരിപാടിയും വെച്ചാൽ എൻ്റെ ഒരു ഉത്സവത്തിനെല്ലാം പോകാനുണ്ട്. പിന്നെ ഒരു ₹1 ഷൂ കൊടുക്കുന്നുണ്ട്. ആടിയൊക്കെ പോയി നോക്കണം പറയും പോലെ. ആദ്യം 75 ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അതെല്ലാം പക്ഷേ നമ്മളെത്തുമ്പോഴൊക്കെ 75 കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഒരാൾ ₹1 നോട്ടെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ₹1 നോട്ടും കൊണ്ട് പോകുന്നവർക്ക് ഷൂ ₹1 നോട്ട് കൊടുത്താൽ അവർക്ക് ശരിയായില്ല. അപ്പോൾ ഞാൻ എണീച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് എന്നിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങിക്കളെ. ഞായറാഴ്ച രാവിലെ എന്നും വീട്ടിൽ വെള്ളയപ്പാന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അതിൻ്റെ കൂടെ ഒന്നിക്കലും മുട്ടക്കറി അല്ലെങ്കിൽ ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഞായറാഴ്ചത്തെ സ്പെഷ്യൽ. അങ്ങനെ നമ്മളിന്ന് രാവിലെ വെള്ളയപ്പും അതുപോലെ തന്നെ മുട്ടക്കറിയൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് റെഡിയായി മാറ്റി ഇതാ ടൗണിലേക്ക് പോക്കാന്ന്. ഇന്നത്തെ സാരഥി പ്രിയങ്കയാണ്. ടൗണിലെത്തി ഏകദേശം. അങ്ങനെ തിരക്കൊന്നുമില്ല. ഞാൻ ഒരു ചോദ്യം ചെയ്യട്ടെ. നീ ഇങ്ങനെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പോന്നു, അപ്പോൾ ഒരു വയസ്സായ ആളും ബാക്കിൽ തന്നെ ഒരു കുട്ടിയും റോഡ് ക്രോസ് ചെയ്യുന്നു. അപ്പൊ നീ ഇതിന്റെ അകത്ത് ആരെ കുത്തും, ആരെ രക്ഷിക്കും? നീ ഇങ്ങനെ പോകുമ്പോ ഒരു വയസ്സായ ആളും ബാക്കിൽ തന്നെ ഒരു കുട്ടിയും ക്രോസ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് ആരെയാ നീ രക്ഷിക്കുക? വയസ്സായ ആളെ അല്ലെങ്കിൽ കുട്ടീനെയാ? ഒരാള് മുമ്പിൽ പോകുന്നു, ഒരാള് അതിന്റെ ബാക്കിൽ വരുന്നു. വയസ്സായ ആളെ രക്ഷിക്കോ അല്ലെ കുട്ടീനെ രക്ഷിക്കോ? എന്നയ്യാ. അപ്പൊ വയസ്സായ ആളെ കുത്തും. വയസ്സായ ആളെ കുത്തിയിട്ട് കുട്ടീനെ രക്ഷിക്കോ? അല്ലടി, നിനക്ക് ആരാ ലൈസൻസ് തന്നെ? എനിക്ക് ആ ബ്രേക്ക് ഔട്ടിട്ടെങ്കിൽ രണ്ടാളെ രക്ഷിച്ചൂടാ? എന്നിട്ട് നിനക്ക് കൺഫ്യൂഷൻ ആയിട്ട് രണ്ടാമത് മാറ്റിയില്ലേ? ഇല്ല പോട്. വണ്ടി സ്ലോ ആക്കൊന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, എന്നിട്ട് പിന്നെ നീ ഒപ്പരാത് നടക്കുന്നതെന്ന് ചോദിച്ചിട്ട് പിന്നെ മാറ്റി പറഞ്ഞു. വേഗം വണ്ടിയുടെ നിർത്തി ചാവി തന്നേന് വണ്ടി എടുക്കണ്ട വിട്ടോ. വണ്ടി വിട്ടോ, വണ്ടി അവിടെ സ്ലോ ആക്കിക്കോ. എന്ത് ചാവി കയറി തന്നെ ഇനി വണ്ടി എടുക്കണ്ട. വയസ്സായ ആളെ കുത്തിയിട്ട് കുട്ടീനെ രക്ഷിക്കും. ബ്രേക്ക് ഔട്ട് രണ്ടാളെ രക്ഷിക്കാലോ. അയ്യോ, എങ്ങനെയാണ് സംഭവം? അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ച് സംഗതി മനസ്സിലായിന്ന്. അപ്പൊ സ്ലോ ആക്കുന്നതിന് ആദ്യം പറഞ്ഞ്, പക്ഷെ ഓടിയിട്ടില്ല, കത്തിയിട്ടില്ല. പിന്നെ ഓക്കെ. അപ്പൊ ഞാൻ ഇത് ഏതല്ലോ കോമഡിയിൽ കണ്ടതാണ്. അപ്പൊ എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ട്, ഇവളത് കണ്ടിനോ ഇല്ലയോ? എന്തായാലും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മള് ടൗണിലേക്ക് എത്തി. നമ്മള് വരുന്ന വഴിക്ക് അങ്ങനെ ഇറക്കണ്ടായില്ല, പക്ഷെ ടൗണിലെത്തി നോക്കുമ്പോ അത്യാവശ്യം ആൾക്കാരുണ്ട്. എന്താ ഫ്ലവർ ഷോ എല്ലാം തുടങ്ങി. പറയും പോലെ ഇപ്പം ടൗണില് കണ്ണൂർ ഫ്ലവർ ഷോ എല്ലാം നടക്കുന്നുണ്ട്. നമ്മള് പോയില്ല. 16 മുതൽ 26 മുതൽ 22 വരെ അവിടുന്ന് അവര് സെൽഫി എടുക്കുന്ന ഭയങ്കര സന്തോഷം. അപ്പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. സർക്കിളിന്റെ അതിലോട്ട് ചുറ്റിട്ട്. അപ്പൊ ഒരു ഷൂ ഒന്ന്
നന്നാക്കാൻ കൊടുക്കാനുണ്ട് ആദ്യം. ഷൂ പോളിഷ് ചെയ്യാൻ. ഷൂ വാങ്ങിയിട്ട് ഇന്നേ വരെ പോളിഷ് ചെയ്തിട്ടില്ല. ഷൂ ഒന്ന് തുന്നാനെല്ലാം കൊടുക്കാനുണ്ട്. വുഡ്ലാൻഡിന്റെ ഒരു ഷൂ ഉണ്ടായിരുന്നു, അപ്പൊ അതൊന്ന് തുന്നാൻ കൊടുക്കണം ഫസ്റ്റ്. ഇവിടെ കുറെ സ്ഥലങ്ങളുണ്ട്, ഇപ്പൊ എല്ലാം ഹൈടെക് ആക്കി. ചെരുപ്പ് തുന്നുന്ന സ്ഥലമല്ലോ. ഇവിടെ സൈഡായിക്കോ കൊടുത്തു. അപ്പം വണ്ടിയുടെ നമ്മളെ സ്റ്റേഡിയത്തിന്റെ അവിടെ സൈഡാക്കി. സ്റ്റേഡിയത്തിന്റെ അവിടെ വെച്ച് കഴിഞ്ഞാല് പുതിയ ബോദീസ്. എന്നാ ഞാൻ പോയിട്ട് വരാം ബോദീസിലേക്ക്. നിങ്ങൾ മെല്ലെ ഷൂ എല്ലാം കൊടുത്തിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് പോവാം. ഈ ബോദീസ് പോകും. ശരി. അപ്പൊ ഇത് സ്റ്റേഡിയത്തിന്റെ അവിടെയുള്ള പുതിയ ബോദീസ് ആണ്. ഇതിപ്പോ ഓപ്പണിംഗ് ആയതിന്റെ ഇതിൽ എന്തെല്ലോ ഓഫറെല്ലാം നടക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. കഴിഞ്ഞോന്നൊന്നും അറിയില്ല. പിന്നെ സൗന്ദര്യം ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോകാറുമില്ല. ഓള് കേക്കണ്ട. എടി, എനക്ക് നാച്ചുറൽ ബ്യൂട്ടി ഉള്ള ആളാണ് ഞാൻ. എനിക്ക് നിന്നെ പോലെ ആർട്ടിഫിഷ്യൽ ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കുറച്ച് ലിപ്സ്റ്റിക് ഇടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോ ചെരുപ്പും തുന്നിയിട്ട് വരുമ്പോൾക്ക് വയസ്സായ ആള് കുത്തിയിട്ട് പോകുന്ന പറഞ്ഞാൽ പിന്നെ വണ്ടി കൊടുക്കാൻ പാടില്ല, ഇല്ലല്ലോ. ആയിക്കോട്ടെ, ഇനി വണ്ടി എടുക്കാൻ പറയാൻ പാടില്ല, ഞാൻ എടുക്കാം. അപ്പൊ നമ്മളിനി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് 2 ദിവസം മുമ്പേ കുറെ ആൾക്കാരും വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇന്നൊരു ഓഫർ നടക്കുന്നത്. അതായത് ₹1 നോട്ടും കൊണ്ട് പോയി കഴിഞ്ഞാല് ഒരു ഷൂ നമുക്ക് കിട്ടുന്നുള്ളത്. അപ്പൊ എന്നാ സംഭവം നമുക്കൊന്ന് പോയി നോക്കാം. സമയം 12 മണി മുതൽ 3 മണി വരെ സമയം പറഞ്ഞത്. 12 മണി ആവുന്നേ ഉള്ളൂ. അപ്പൊ നമ്മള് എത്തുമ്പോൾക്ക് ആദ്യം വരുന്ന 75 ആക്കാന്ന് തന്നെ കണ്ടത്. അപ്പൊ ഏതായാലും നമുക്ക് ഒന്ന് പോയി നോക്കാം. ആടാ ₹1 കൊടുത്തു കഴിഞ്ഞാല് ഷൂ കിട്ടുമെന്ന് അറിയണ്ടേ. അപ്പൊ അടുത്ത ലൊക്കേഷൻ അവിടത്തേക്കാന്നേ. ഓക്കെ. ഇത് നമ്മളെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനാണ്. കണ്ടിട്ടില്ലല്ലോ, ഞാൻ കാണിച്ചാൽ. അപ്പൊ നമ്മളിപ്പോ കണ്ണൂർ ടൗൺ സ്റ്റേഷന്റെ മുമ്പിലൂടെയാണ് പോകുന്നത്. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ എത്രയോ പ്രാവശ്യം ഇതിന്റെ അകത്ത് പോയിട്ടുണ്ട്. എന്തായാലും പ്രതിയായിട്ടല്ല, പല ആവശ്യങ്ങൾക്കും ടൗൺ സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. അപ്പൊ ടൗൺ സ്റ്റേഷനാണ് ഇപ്പൊ നമ്മൾ കടന്നത്. ഇത് താവക്കര സർക്കിളും കഴിഞ്ഞിട്ട് ഇനി നമ്മള് പോകേണ്ട സ്ഥലം ചേംബർ ഓഫ് കോമേഴ്സിന്റെ അവിടെയാണ്. ഇതിന്റെ തൊട്ടപ്പുറം തന്നെ. ഇതിലേ നമുക്ക് കട്ടാക്കാം. ഇത് നമ്മളെ സ്വന്തം കണ്ണൂർ കോക്ടെയിൽ. അതിന്റെ തിരക്ക് നിങ്ങൾ കാണാൻ പറ്റണേ. രാവിലെ എത്രയാ ആള്, ഓഫർ പോകുന്നല്ല. ഇതെല്ലാം ഷൂ വാങ്ങാൻ വന്ന ആൾക്കാരായിരിക്കും ചിലപ്പോ കേട്ടാ. കണ്ണൂർ കോക്ടെയിലിന്റെ തിരക്ക് ഭയങ്കര തിരക്കാണ്. പക്ഷെ ആയിരിക്കും കേട്ടാ. ഇത് ഷൂ വാങ്ങണ്ട പിള്ളേരാ തിരിച്ചു പോന്നു. അതാ ഷൂ വാങ്ങിട്ട് പോന്നു. ഷൂ വാങ്ങാൻ പോകുന്ന ആൾക്കാരായത്. ഞാൻ എന്റെ ₹1 നോട്ടെല്ലാം തപ്പിയെടുത്ത്. നീ തപ്പിയെടുത്താലും വെറുതെ ആയി തോന്നല്ലോ. തിരക്കുണ്ടെങ്കിൽ നമ്മള് മടങ്ങി പോകാനാ ചാൻസ് ഉണ്ടാവും. തിരക്കിനൊന്നും ഞാൻ നിൽക്കൂലേ. നമുക്ക് ഏതായാലും റോഡ് കയറി നോക്കാം. എന്നിട്ട് അങ്ങോട്ട് ഭയങ്കര ആളാണല്ലോ. അപ്പൊ ഈ റോഡിലാണ് നമുക്ക് പോണ്ടത്. വമ്പൻ ആളാന്ന് തോന്നുന്നു. ₹75. അയ്യോ, അങ്ങോട്ട് കടക്കാൻ കഴിയുന്നു തോന്നുന്നില്ല. ഏതായാലും അങ്ങോട്ട് പോയി നോക്കാം. തിരക്കെടുത്തോ കേട്ടോ. എടാ എന്തൊരു തിരക്കാ. ഷോപ്പ് ഫാമിലി വെഡിങ്ങിന്റെ നമുക്ക് കറങ്ങിട്ട് അപ്പുറത്തോട്ട് കയറാന്ന്. അപ്പൊ ഏതായാലും ഇന്ന് ഇറങ്ങല് നടക്കൂല. തിരക്ക് കണ്ടിട്ട് തന്നെ മതിയായി. ₹75 ഷൂ കൊടുക്കുന്നത്. ഇവിടെ 75 അല്ല,
ഇവിടെ ഏകദേശം ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഇവരതിലെല്ലാം 1 രൂപ കിട്ടുന്നുണ്ടോ? പോയിന്റ് 7 ആയിട്ടൊന്ന് കുറച്ചും കൂടി വൈഡ് ആയിട്ട് കിട്ടും. പോയിന്റ് 7 ഗ്ലാസ് വേണ്ട. അപ്പം എല്ലാ ചെറുപ്പക്കാരും ഷൂ വാങ്ങാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഓട്ടോക്കാരനെല്ലാം തിരിക്കുന്നു. ഇന്ന് ഇറങ്ങാൻ കഴിയില്ലപ്പോ. അല്ല ആടുന്നെ അങ്ങോട്ട് അതിലേ നമുക്ക് റൗണ്ട് അടിക്കാം. ഇത് അല്ലല്ലോ, ഇത് ജ്യൂസ് എന്താ ജ്യൂസി ഉണ്ടല്ലേ? പോലീസുകാരെല്ലാം പോലീസ് എല്ലാം ഉണ്ട് ഇവിടെ. ഇതൊരു ഷോപ്പ് ഇതാ ഇതിന്റെ മുകളിലായിട്ടല്ലേ? ഇതാന്ന് ഫുൾ പോലീസും സംഭവം എല്ലാം ഉണ്ട്. ഇത് സംഭവം അപ്പൊ അതാണ് ഷോപ്പ്. ഇവിടെ ഫുൾ പോലീസുകാരാണ്, മൊത്തം പിള്ളന്മാരുണ്ട്. ടൈം ആവാൻ കാത്തു നിൽക്കുന്ന കേട്ടാ. തുറന്നില്ല അല്ലേ? പോട്ട് 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 പോട്ട്. ഇതെന്നാട്ടെ ഇങ്ങനെ തിരക്ക്? ഇങ്ങനെ തിരക്ക്? ഉറുപ്പ്യന്റെ ഷൂ കൊടുക്കുന്നവരെ തിരക്കാ? അപ്പൊ ഉറുപ്പ്യക്ക് ഷൂ കൊടുക്കുന്നതിന്റെ തിരക്കേണ്ടില്ലേ? ഞാൻ ഇവളോട് ആദ്യമേ പറഞ്ഞു നമ്മള് പോകുമ്പോ ഫുൾ ഇതായിരിക്കും. അപ്പൊ ഷോപ്പ് ഓപ്പൺ ആയില്ല, ഷോപ്പിൽ നിന്ന് ഓപ്പൺ ആക്കുന്നതാണ്. അപ്പൊ ഫുൾ തിരക്കാന്നേ, പോലീസുകാരും സംഭവം എല്ലാം ഉണ്ട്. അപ്പൊ എന്തായാലും ആ തിരക്കിലൊന്നും നടക്കൂല. വെറുതെ ഒരിതില്ലല്ലോ, വെറുതെ എന്തിനാ നമ്മള് തിരക്കിന്റെ അടുക്ക്. ഫുൾ പിള്ളമാർ, കോളേജ് പിള്ളമാർ ഉറുപ്പ്യന്റെ നോട്ടും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരാളോട് ചോദിച്ചപ്പോൾ സംഭവം തന്നെയാണ്, അതിന്റെ തിരക്ക് തന്നെയാണ്. അപ്പൊ നമുക്ക് യാത്ര തുടരാം. ഉറുപ്പ്യക്ക് ഷൂ കൊടുക്കുന്നതിന്റെ തിരക്കാണ് നമ്മൾ ഈ കാണുന്നത്. പല ആളും രാവിലെ വന്ന് നിൽക്കുന്നതാണ്. എല്ലാവരുടെ ടൈമിലും ബോട്ടിൽ വെള്ളം കാണുന്നുണ്ട്. രാവിലെ ഈടെ രാവിലെ പിന്നെ ബോട്ടിൽ വെള്ളം കച്ചവടം ചെയ്താൽ മതി. കേട്ടോ, ഇന്ന് രാവിലെ വന്നിട്ട് നല്ല തിരക്കുണ്ട്. പോലീസുകാരെല്ലാത്തെയും പിടിച്ച് നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും ഓഫറിന്റെ പുറകെ അല്ലേ? എത്രയാ പിള്ളേർ? എല്ലാം പിള്ളേർമാരാണ്, പെൺകുട്ടികളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യലാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.